കേരളത്തിന്റെ എല്ലാ നദികളിലും ഈ ഡാമുകളുണ്ട്. ഇത് നാളെ എന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ആരും ആലോചിച്ചിട്ടില്ല. മിക്ക ഡാമുകളും 50 വർഷം കഴിഞ്ഞു. ഒരു കോൺക്രീറ്റ് ഡാമിന്റെ ആയുസ് 50 വർഷമേ ഉള്ളൂ എന്ന് ആരും തിരിച്ചറിയുന്നില്ല. ഈ ഡാമുകൾ നമ്മൾ എന്തെങ്കിലും എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് പൊട്ടി അവസാനിക്കത്തേ ഉള്ളൂ. ഏത് ഡാം പൊട്ടിയാലും അതിന്റെ മുന്നിലുള്ള ലക്ഷങ്ങൾ മരിക്കും. അപ്പം കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേരളത്തിൽ ഓരോ മലയാളിയും ഏതെങ്കിലും ഡാം പൊട്ടി മരിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പോഴും അവയർനെസ് ഇല്ല. അപ്പം അത് ആ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ നിന്ന് മാറി എല്ലാ ഡാമുകൾക്കും പ്രശ്നമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. പിന്നെ അതിനേക്കാൾ ഒരു ടെക്നോളജി എല്ലാം മാറി. ഞങ്ങൾ അന്ന് ചെയ്തൊരു വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. അന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഈവൻ 4K ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്കാൻ ചെയ്തെടുത്ത മൂവിയാണ്. ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്തതാണ്. പക്ഷേ നമുക്കത് പ്രോസസ്സ് ചെയ്യാനോ കാണിക്കുവാനോ ഉള്ള ഫെസിലിറ്റി ഇല്ല 4K. അതിനുശേഷമാണ് 4K തിയേറ്റേഴ്സ് ഇന്ത്യയിൽ വരുന്നത്. അതും ഞങ്ങളെ തുടക്കം ഇട്ടത്. അപ്പം അന്ന് തുടക്കമിട്ട ഏരിയസ് ഫ്ലെക്സിൽ നിന്നാണ് ഇന്ത്യയിൽ 4K റെവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ 4K ഏരിയസ് ഫ്ലെക്സിലെ OD1 അത് കാണാൻ വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ഏരിയസ് ഫ്ലെക്സ് OD1 എന്ന് പറയുന്നത് ഇന്നും ഒരു വിസ്മയമാണ്. ഈ OD1 ഏരിയസ് ഫ്ലെക്സും ഈ OD1 ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഒരു വലിയ ദുരന്തത്തിൽ പോവുകയായിരുന്നു. ഞങ്ങൾ തുടങ്ങുമ്പം ഈ ഇന്ത്യയിൽ ഓരോ ദിവസവും ഓരോ സ്ക്രീൻ വെച്ച് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു. തിരുവനന്തപുരത്ത് പോലും ഉണ്ടായിരുന്ന സ്ക്രീനിൽ പകുതിയും അടച്ചുപോയതായിരുന്നു. ഇതുമില്ല, ഈ തിയേറ്റർ ഇല്ലാതെ 11 സ്ക്രീനായി അത് കുറഞ്ഞു. അവിടെ ഇന്ന് തിരുവനന്തപുരത്ത് മാത്രം 100-ലേറെ സ്ക്രീനായിട്ട് മാറി. ഇത് തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ടായ റെവല്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാ സിനിമകളും അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ക്വാളിറ്റി ഓഫ് പ്രൊജക്ഷൻ, സൗണ്ട്, സീറ്റിംഗ് എല്ലാം മാറി. അപ്പം ജനം വീണ്ടും തിയേറ്ററിലേക്ക് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായി. അപ്പോൾ അതനുസരിച്ചുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് നമ്മൾ സൃഷ്ടിക്കാൻ തുടങ്ങി. അത്തരം സിനിമകൾ ഇന്റർനാഷണലി പോകാൻ തുടങ്ങി. ഇന്റർനാഷണൽ മാർക്കറ്റ്സ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ തുടക്കത്തിന്റെ ഒരു വലിയ റെവല്യൂഷന്റെ തുടക്കമാണ് OD1. ആ സ്ക്രീനിലാണ് ഇന്നത് കാണിക്കുന്നത്. അതെ, ഞാൻ ചോദിക്കുന്ന ആ റെവല്യൂഷന്റെ തുടക്കമാണ് എവിടെ നിന്നാണ് ബ്രെയിൻ വരുന്നത് എന്നുള്ളതാണ്. ഇല്ല, അത് സിനിമ എൻ്റെ ഒരു പാഷന്റെ പുറത്താണ് ഞാൻ ചെയ്യുന്നത്. ബേസിക്കലി ഐ ആം ആൻ എഞ്ചിനീയർ. അപ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും അഡ്വാൻസ്ഡ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും സിനിമകൾ സംവിധാനം ചെയ്യാൻ പറ്റത്തില്ല, നിർമ്മിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്യുന്ന സിനിമയിൽ ഏറ്റവും മികച്ച എല്ലാം അതിനകത്ത് ഉണ്ടാവണമെന്ന് കരുതി തന്നെയാണ് അതിനുവേണ്ടി ഞാൻ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കിയായിരുന്നു. ആ സ്പെസിഫിക്കേഷനിൽ ഒരു സ്പെക്കായിരുന്നു നമുക്കൊരു 4K ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കാൻ സാധിക്കണം. അന്ന് ഒരു ഫിലിമിൽ നിന്നും ഡിജിറ്റലിലേക്കുള്ള ട്രാൻസിഷൻ സ്റ്റേജാണ്. അപ്പോൾ അന്ന് ഫിലിമിൽ നിന്നും നമ്മൾ 4Kയിലേക്ക് ഒന്ന് സ്കാൻ ചെയ്യണമെങ്കിൽ 10 times കോസ്റ്റാണ് 2K മൂവീസിനേക്കാളും. അപ്പം പക്ഷേ ഇവിടുത്തെ തിയേറ്റേഴ്സ് 2Kയിൽ പോലും കാണിക്കാനുള്ള മനസ്സിലായിരുന്നു. ഫെസിലിറ്റി ഉണ്ടെങ്കിലും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി, ഈ സാറ്റലൈറ്റിന്റെ റേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടി ഇവര് വീണ്ടും അതിനെ കംപ്രസ് ചെയ്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനെ തിരിച്ച് ഇപ്പം ഇന്ന് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഇന്ന് കാണിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് വീണ്ടും അതിനെ 4Kയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇന്ന് കാണിക്കാൻ സാധിക്കുന്നത്. കാര്യം അത് കാണുമ്പോൾ അതിൻ്റെ കാര്യം ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ഏറ്റവും വലിയ പ്രോബ്ലം സിനിമയുടെ നല്ല ബജറ്റും ആക്ടേഴ്സ് കൊണ്ടുപോകുന്നതാണല്ലേ. ഡാമിനകത്ത് ഞങ്ങൾ 10% പോലും ആക്ടേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഞങ്ങൾ പ്രൊഡക്ഷന് വേണ്ടിയാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. അത് സ്ക്രീനിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളല്ലാതെ തന്നെ ആ സമയത്ത് കാണുമ്പോൾ തന്നെ വൗ എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാക്കാൻ പറ്റും. 4Kയിലേക്ക് അത് വരുമ്പോൾ, പ്രത്യേകിച്ച് അത് ഡോൾബി അറ്റ്മോസിലും കൂടെ വരുമ്പോൾ, വിഷ്വൽ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ സാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഒരു ഡയറക്ടർ എന്ന രീതിയിൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, നമ്മൾ ഒരു സിനിമ ചെയ്ത് നമ്മൾ സ്റ്റുഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കിട്ടും. അപ്പോൾ നമ്മളൊരു ഷെഫ് ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടുകൂടി അതേ ടേസ്റ്റിൽ ഫ്രഷായിട്ട് കൊടുക്കുമ്പം കിട്ടുന്ന ഫീലാണ് നമുക്ക് അതേ ക്വാളിറ്റിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്നപ്പം കിട്ടുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതെല്ലാം തിയേറ്ററിലേക്ക് വരുമ്പം പ്രോപ്പർ സൗണ്ട് അല്ല, പ്രോപ്പർ പ്രൊജക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നല്ല മൂവിയെ ഏറ്റവും മോശമായിട്ട് കാണിക്കുന്നത് ഒരു നല്ല ഫുഡിനെ മോശം ഫുഡായിട്ട് നമ്മൾ കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി നല്ലൊരു എന്തെങ്കിലും പുതുമയുണ്ടെങ്കിൽ ഈ ഒരു പഴയ സിനിമ കാണാൻ വേണ്ടി ജനം വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇതുപോലെ മാറ്റിയെടുത്തിട്ട് പക്ഷെ തിയേറ്ററിൽ അത് പ്ലേ ചെയ്യാനുള്ള സൗകര്യം ഭയങ്കര വിഷമം വെച്ചാൽ ഞങ്ങൾ 1.5 വർഷം എടുത്തിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ 2D 3D കൺവെർട്ടഡ് മൂവി ഇതാണ്. അത് പക്ഷേ ഞങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ, ഞാൻ ആദ്യം ഇവിടെ ശ്രീവിശാഖയിലാണ് ഇത് ആദ്യം കാണുന്നത് തന്നെ. ഫസ്റ്റ് ഡേയിൽ അതിന്റെ പ്രൊജക്ഷൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇത് 3D കാണിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇത്രയും ലോ ക്വാളിറ്റി പ്രൊജക്ഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഔട്ട് വരുന്നത്. അപ്പൊ ഞാനൊരു 5 തിയേറ്ററിൽ പോയി കേരളത്തിലെ, എല്ലായിടും ഇതേ അവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾ ആ 3D കംപ്ലീറ്റ്ലി
തിയേറ്റേഴ്സിൽ നിന്ന് മാറുകയായിരുന്നു. കാര്യം ആ പ്രൊജക്ഷൻ മോശമാണെങ്കിൽ 3D എഫക്റ്റ് പോകും, അത് എസ്പെഷ്യലി 2D 3D കൺവെർഷൻ. ഇപ്പൊ ഇന്നത്തെ 2D 3D കൺവെർഷന്റെ ക്വാളിറ്റി അല്ലെന്ന് അന്ന് ഒരു ആദ്യമായിട്ട് ചെയ്യുമ്പോഴുള്ള ബാലാരിഷ്ടത അതിനകത്തുണ്ട്. അപ്പൊ അതോടുകൂടി 1.5 വർഷത്തെ ഞങ്ങളുടെ എഫേർട്ടാണ്. അപ്പൊ സിനിമ ഷൂട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ സമയം നമ്മൾ ഇത് കൺവെർഷന് വേണ്ടി ഉപയോഗിച്ച് അതെല്ലാം വെറുതെ വേസ്റ്റ് ആയി പോയി. അതാണ് ചോദിക്കുന്നത്, നമ്മളെപ്പോഴും ഇന്നോവേഷൻസിന് കൊണ്ടുവരുന്നത് ഏരിയസിൽ എപ്പോഴുള്ള ഒരു കാര്യമാണ്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്നത് Audi 1 വന്നപ്പോഴേക്കും ഉണ്ടായ ഒരു തരംഗം അത് ഇപ്പോഴും ഉണ്ട്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇസ് ദർ ആൻ ആൻസർ? അല്ല, ഞങ്ങളിപ്പം ഇവിടെ ഏത് പുതിയ പ്രൊജക്ഷൻ സിസ്റ്റം വന്നു കഴിഞ്ഞാലും നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏരിയസ് പ്ലെക്സ് ഞങ്ങളുടെ ബ്രാൻഡിങ് തിയേറ്റർ ആയതുകൊണ്ട് ഇതൊരിക്കലും റവന്യൂവിന് വേണ്ടിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന തിയേറ്ററാണ്. ഇതിന് എന്ത് പ്രോഫിറ്റ് കിട്ടിയാലും ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒരു സ്ക്രീനിൽ സ്വല്പം പൊടി വന്നാൽ പോലും ഞങ്ങൾ അപ്പോഴേ സ്ക്രീൻ മാറ്റുകയാണ്. ഒരു സ്ക്രീൻ മാറ്റുക എന്ന് വെച്ചാൽ Audi 1 ഒക്കെ സ്ക്രീൻ മാറ്റണമെങ്കിൽ 14 ലക്ഷം രൂപയാണ് മാറ്റുന്നത്. പക്ഷേ അവിടെ ഒരു പൊടി കയറിയാൽ മതി, നമ്മൾ അപ്പോഴേ അത് മാറ്റുകയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് സർ, കാരണം അഫോർഡബിൾ ആണ് പ്രേക്ഷകന്. കാരണം സാധാരണ പ്രേക്ഷകന് Audi 1 വരുമ്പോഴേക്കും ഒരു 160 അല്ലെങ്കിൽ 180 റുപ്പീസാണ് അവർ നോർമൽ ഗോൾഡ് ആൻഡ് എക്സിക്യൂട്ടീവിൽ നിന്ന് വരുന്നത്. ഇതേ റേറ്റ് ഇതിന്റെ പകുതി സർവീസ് ഉള്ള തിയേറ്റേഴ്സിൽ വാങ്ങുന്നുണ്ട്. ഇല്ല, ഇത് Audi 1 ഞങ്ങൾ തുടങ്ങുമ്പോൾ സാധാരണ എല്ലാ തിയേറ്ററിലും വർഷങ്ങൾ കഴിയുമ്പം കോസ്റ്റ് കൂടുകയും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞങ്ങൾ തുടങ്ങുമ്പോൾ 500 രൂപയായിരുന്നു ഇവിടുത്തെ സീറ്റ്സിന്, 250. അത് ഞങ്ങൾ കുറയ്ക്കുക. അല്ല, ഞാൻ പറഞ്ഞത് മറ്റ് തിയേറ്ററുകളിൽ ഇതിന്റെ അധികം സൗകര്യം പോലും ഇല്ലെങ്കിൽ പോലും ഇതിനേക്കാളേറെ റേറ്റ്സ് വാങ്ങുന്നുണ്ട്. അത്രയും ഇപ്പൊ ഞങ്ങൾ ഇത്രയും ചാർജ് ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് അങ്ങനെ തിയേറ്റർ ബിസിനസ് അങ്ങനെ പ്രോഫിറ്റബിൾ ഒരു ബിസിനസ് അല്ല. മനസ്സിലായില്ലേ? കാര്യം ഒക്കുപ്പൻസി നമ്മൾ ആവറേജ് ഒക്കുപ്പൻസി എടുക്കുമ്പോൾ വളരെ മോശമാണ്. നമുക്ക് വീക്കെൻഡ് വെച്ചിട്ട് മാത്രം ഒരു തിയേറ്റർ ഓടിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അതുമല്ല 18 ഇപ്പം ഞങ്ങളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒരു മാസം 40 മൂവീസ് വരെ ഞങ്ങൾ ഒരു മാസം ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ 35 മൂവീസിന് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ല. ചിലതിന് കറണ്ട് കാശ് പോലും കിട്ടത്തില്ല. പിന്നെയുള്ള 5 മൂവീസിൽ 4 എണ്ണവും ഓക്കെ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഒരു സൂപ്പർ ഹിറ്റ് വരുമ്പോഴാണ് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൊത്തം നമ്മൾ കവർ ചെയ്ത് വരുന്നത്. അതില്ലാത്ത മാസം എന്ന് പറഞ്ഞാൽ ദുരന്തമാണ്. മനസ്സിലായില്ല, കയ്യിൽ നിന്ന് കാശ് പോകത്തേ ഉള്ളൂ. സാർ, ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് തിലകൻ സാറിന്റെ ഒരു രൂപമാണ്. തിലകൻ സാറിന് അന്ന് ഒരു ബാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ അത് ഇവിടുത്തെ അസോസിയേഷൻസിന്റെ ഒക്കെ പ്രോബ്ലം അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് സാർ സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി അത് സെറ്റിൽ ചെയ്തു. തിലകൻ സാറിന്റെ ഭാഗമല്ല എന്തായാലും അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നത്. അപ്പം ചേട്ടനെ എടുത്തപ്പം പ്രോബ്ലമായി, തിലകൻ ചേട്ടനെ മാറ്റാൻ ശ്രമിച്ചപ്പം തിലകൻ ചേട്ടനോടൊപ്പം ഉള്ളവരുടെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നു. പക്ഷെ അത് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി അത് സോൾവ് ചെയ്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തിലകൻ ചേട്ടന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ സംഘം കടന്നു വരികയാണ്, ഷൂട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്? അപ്പം പറഞ്ഞു തിലകൻ ചേട്ടനെ അഭിനയിപ്പിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, കാര്യം തിലകൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇറങ്ങിപ്പോകും, ടെക്നീഷ്യന്മാർ മൊത്തം പോകും, എനിക്ക് സിനിമ ഷൂട്ട് ചെയ്യണം. എന്താണ് വണ്ടി അതർ ഓൾട്ടർനേറ്റീവ്? അപ്പോൾ അവർ പറഞ്ഞു ഫുൾ എമൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഇല്ല, ഒരു രൂപ പോലും ഡിസ്കൗണ്ട് ഇല്ല, അഭിനയിക്കാതെ തന്നെ ഫുൾ എമൗണ്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇവിടെ ക്ലിയർ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു യെസ് ഞങ്ങൾ ക്ലിയർ ചെയ്യും. അവരെ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മളങ്ങനെ കൊടുക്കുമെന്ന്. അപ്പോൾ ഫുൾ മീഡിയ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ അന്നേരം തന്നെ ചെക്ക് എഴുതി കൊടുത്തു. വിത്തിൻ 5 മിനിറ്റ്സ് അത് സോൾവ് ആയി. ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. അല്ല, ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ സ്റ്റെപ്സ് എടുക്കാനുള്ള ഒരു തോട്ട് എങ്ങനെയാണ്? അല്ല, അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആലോചിക്കണം. ഞാൻ ഒരു ദിവസം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നഷ്ടമല്ലേ വരുന്നത്? അത് നീട്ടിക്കൊണ്ട് പോയിട്ട് എന്താ കാര്യം? അത് തന്നെയാണ് ഇവിടെ ഇപ്പം ഏരിയസ് പ്ലെക്സിൽ ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു സമരം ഫേസ് ചെയ്തിട്ടുണ്ടായി. ഞങ്ങൾ മാനേജ്മെൻറ്റ് ഫുൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു ഇൻക്രിമെൻറ്റ് ചോദിച്ചുകൊണ്ട് വന്നു. ഡിമാൻഡ് വാസ് 20%. ഞാൻ 25% ഇൻക്രിമെൻറ്റ് കൊടുത്ത് 10 മിനിറ്റ് കൊണ്ട് സമരം അവസാനിപ്പിച്ച്. കാര്യം ഞങ്ങൾ സാധാരണ എല്ലാ വർഷവും ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് ഇവരുടെ ഡിമാൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കഴിഞ്ഞ് കൊടുത്താൽ പോരെ. അപ്പോൾ ഏതാ ലാഭം? മനസ്സിലായി. ഒരു ബുദ്ധിയുണ്ട് അല്ലേ, കളിക്കാൻ കളി അറിയാന്നുള്ള പറയുന്ന പോലെ. ഓക്കെ സാർ, ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രി ചർച്ചകളൊക്കെ തന്നെ സമയത്ത് നിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞു ഒരു വമ്പൻ പ്രോജക്റ്റ് വരണം ഒരു ഭാഗത്ത്, എന്നാൽ മാത്രമേ ഒരു പ്രോഫിറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയുള്ളൂ എന്നുള്ളത്. ഒരു തിയേറ്റർ റൺ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും സാറ് പറഞ്ഞു. ബട്ട് ഈ ഒരു സിനിമ സമരം, പ്രൊഡ്യൂസേഴ്സിന്റെ പ്രശ്നങ്ങൾ, യു ആർ ഓൾസോ പ്രൊഡ്യൂസർ, ഡയറക്ടർ കൂടിയാണ്, ഇതൊക്കെ അനാവശ്യമായ ചർച്ചകളാണോ, അല്ലെങ്കിൽ ഏത് ഭാഗത്തൊരു ന്യായമുണ്ട്? ഇതിനകത്ത് പെട്ടെന്നൊരു ആക്ഷൻ വേണമെന്നുള്ളത് അത്യാവശ്യമാണോ? അല്ല, ഞങ്ങളിപ്പം എന്നെ പോലെയുള്ളവരാണ് ഈ ഇൻഡസ്ട്രിയിൽ മൊത്തമാണെങ്കിൽ ഇവിടെ സമരം ഉണ്ടാവത്തില്ല. കാര്യം നമ്മൾ സിനിമയെ സ്നേഹിച്ചുകൊണ്ട് വരുന്നതാണ്. സിനിമ ഇൻഡസ്ട്രി വളരണം. നമ്മൾ ഇതിൽ നിന്ന് പണമോ മറ്റു പേഴ്സണൽ അജൻഡാസ് ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് അത് ഏറ്റവും നന്നായിട്ട് പോകുന്നത്.
പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പേഴ്സണൽ അജൻഡാസുമായിട്ടുള്ളവർ കടന്നു വരുമ്പം നാച്ചുറലി അവർക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അവരുടെ എക്സിസ്റ്റൻസിന് അവിടെ പ്രസക്തിയുള്ളൂ. അതുമല്ല, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുടെ മെയിൻ പണി ഇത് തന്നെയാണ്, ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ അങ്ങനെയല്ല, നമുക്ക് വേറെ റവന്യൂ സോഴ്സ് ഉണ്ട്. നമ്മളിത് പാഷന്റെ പുറത്താണ് നമ്മളിത് ഇതാക്കുന്നത്, നമുക്ക് ഇതിൽ നിന്നൊരു റവന്യൂവിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കത് നന്നായി പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരു പക്ഷേ ഞാൻ സോഹൻ റോയ് എന്ന തിയേറ്റർ ഓണറുടെ അടുത്ത് മാത്രമായിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഇല്ല, സമരങ്ങൾ കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല, അത് നഷ്ടം മാത്രമേ. യുദ്ധം കഴിയുമ്പം രണ്ടു കൂട്ടർക്ക് നഷ്ടം വരുമെന്ന് പറയുന്നില്ല, അതുപോലെ തന്നെയുള്ള സമരത്തിന്റെ കാര്യത്തിലും. അത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇപ്പം പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും തിയേറ്റർ ഓണേഴ്സ് ആണെങ്കിലും മനസ്സിലാക്കേണ്ടത് എംപ്ലോയീസിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. കാര്യം അവരെ വെറും എംപ്ലോയി ആയിട്ടല്ല കാണേണ്ടത്, അവർക്കും ഒരു കുടുംബമുണ്ട്, അവർക്കും ഒരു വളർച്ച ഉണ്ടാവണമെങ്കിൽ തുടർച്ചയായിട്ട് ബിസിനസ് പോയാൽ മാത്രമേ പോകത്തുള്ളൂ. ഇടയ്ക്ക് സമരം വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകൻ ഇതിൽ നിന്ന് മാറി അവർ മറ്റു ഓൾട്ടർനേറ്റീവ്സിൽ പോകും. തിയേറ്ററിന്റെ മുന്നിൽ ടിവിയുടെ മുന്നിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെ തിരിച്ച് തിയേറ്ററിൽ കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ്. ഓരോ സമരവും ഇൻഡസ്ട്രി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റെമ്യൂണറേഷൻസ്, ആ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം, അതല്ല ഞാൻ പറഞ്ഞത്, ഡാം 999-നകത്ത് ഞാൻ 10% പോലും ആക്ടേഴ്സിന് വേണ്ടി, അതാണ് ബഡ്ജറ്റിംഗ് നിയമം തന്നെ. ഒരിക്കലും ഒരു 25% അപ്പുറം ആക്ടേഴ്സിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷനകത്ത് അത് ഇപ്പോഴും സാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം. ഞങ്ങൾ ഒരിക്കലും അതല്ലാതെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. കാര്യം നമുക്ക് വേണ്ട സിനിമയിലെ ആക്ടേഴ്സ് മാത്രമല്ലല്ലോ, മറ്റുള്ളവരും വേണ്ടേ. അപ്പോൾ എല്ലാവർക്കും കുടുംബമില്ല, ആക്ടേഴ്സ് മാത്രം മതിയോ? ഈ ഒരു ആക്ടർ ഉണ്ടാകുന്നത് ബാക്കി എല്ലാവരുടെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരാളെ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം നിങ്ങളൊരു വലിയ ഹോട്ടൽ നടത്തുകയാണ്, അതിനകത്ത് ഷെഫ് കുക്ക് ചെയ്യുന്നു, ആൾക്കാരെല്ലാം കുറേ പേര് വർക്ക് ചെയ്യുന്നു. അവിടെ വന്ന് സെർവ് ചെയ്യുന്ന ആൾക്കാണ് ടിപ്പ് കിട്ടുന്നത്. ആ ടിപ്പ് ആ സെർവ് ചെയ്യുന്നവൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. ആ ടിപ്പ് എല്ലാവർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണ്ടല്ലേ. പ്രേക്ഷകന്റെ മുന്നിൽ ആക്ടേഴ്സ് മാത്രമേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവർ സ്റ്റാർസ് ആവുന്ന അങ്ങനെ പോകുന്നു. അതേസമയം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ആൾക്കാരുണ്ട്, അവർക്കും ദേ ഓൾസോ നീഡ് സംതിങ്, അവർക്കും കുടുംബമുണ്ട്. അത് മനസ്സിലാക്കാതെ ഇതിനകത്ത് നിന്ന് മെജോറിറ്റി അവരെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് അവർ ഡിമാൻഡ് ചെയ്ത് കൊടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉള്ളതുകൊണ്ടാണ്. പ്രൊഡ്യൂസേഴ്സ് തീരുമാനിക്കേണ്ടത് ഒരു സിനിമയുടെ ബഡ്ജറ്റിനകത്ത് 25% ഉള്ളൂ ആക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ, ബാക്കി പ്രൊഡക്ഷനിലേക്ക് സ്പെൻഡ് ചെയ്യുക എന്നുള്ള പോളിസിയാണ് നിർബന്ധമായിട്ട് വേണ്ടത്. ഏത് ബഡ്ജറ്റ്, അത് 100 കോടിയുടെ ബഡ്ജറ്റ് ആണെങ്കിൽ 25 കോടി ആക്ടേഴ്സിന്, ബാക്കി 75 കോടി പ്രൊഡക്ഷന് വേണ്ടി മാറ്റി വെക്കണം. 10 കോടിയാണെങ്കിൽ 2.5 കോടി ആക്ടേഴ്സിന്. അങ്ങനെ ആ പോളിസിയാണ് വേണ്ടത്. അത് എടുക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല, നടക്കുന്നില്ല. നല്ലൊരു തോട്ടാണത്, അതാണ് വേണ്ടത്. അല്ല, ഇതൊക്കെ നമുക്ക് വീണ്ടും കിട്ടുന്ന ഒരു എന്താ പറയാ, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സംഭവം ഉണ്ടെങ്കിൽ. ഞങ്ങൾ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മളതിനകത്ത് സാലറി പാർട്ട് ഓരോരുത്തർക്കും ഉണ്ട്. അതിനകത്ത് സാലറി മൊത്തം ടോപ്പ് മാനേജ്മെന്റിന് വേണ്ടി മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനം നിലനിൽക്കൂ. ടോപ്പ് മാനേജ്മെന്റിന് ഇത്ര, മിഡിൽ മാനേജ്മെന്റ് ഇത്ര, ഓരോരുത്തർക്കും ഇല്ലേ, അഡ്മിൻ സ്റ്റാഫിന് ഇത്ര, പ്രൊഡക്ഷൻ സ്റ്റാഫിന് ഇത്ര, ഇങ്ങനെ നമ്മൾ ആദ്യമേ ബഡ്ജറ്റ് ചെയ്യും. അത് സിനിമ ഇൻഡസ്ട്രിയിൽ അതല്ല നടക്കുന്നത്. സിനിമ ഇൻഡസ്ട്രിയിൽ ഓക്കെ, പ്രേക്ഷകൻ താരത്തെ കണ്ടിട്ടാണ് വീണ്ടും വീണ്ടും കയറുന്നത്. ആ താരത്തെ ഉണ്ടാക്കാൻ വേണ്ടി എന്തുമാത്രം പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ അവർക്കാർക്ക് ഇതിൽ എക്സിസ്റ്റൻസ് വേണ്ടേ? ഇവിടെ ഇപ്പം എന്താണ്, പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും 90% കൂടുതൽ പ്രൊഡ്യൂസേഴ്സും കുത്തുപാള എടുത്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോഴും ഓരോ പുതിയ പുതിയ ഇരകളെ കണ്ടെത്തി ചെയ്യുന്നതാണ്. അതൊന്നും അത് ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ഇല്ല, അതൊരു ശരിക്കുള്ള ഇൻഡസ്ട്രി ആയിട്ട് മാറില്ല. നിർമ്മാതാക്കൾ തന്നെ ചർച്ച ചെയ്താൽ മാത്രമേ പോളിസി കൊണ്ടുവന്നാൽ പോലെ 25% ഉള്ളൂ. അതാണ് ഇതിന്റെ കറക്റ്റ് സൊല്യൂഷൻ. 25%-നപ്പുറം ഒരു കാരണവശാലും ആക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ ആയിട്ട് ഫിക്സ് ചെയ്യില്ല. അത് ഒറ്റ തീരുമാനം, ഈ പ്രോബ്ലം ഇവിടെ അവസാനിച്ചു. അതാ ഞാൻ ചോദിക്കും സാർ, ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. ഒരു വളരെ സ്മോൾ ബഡ്ജറ്റ് ആയിട്ട് സിനിമ, സേ ഫോർ എക്സാമ്പിൾ 5 crore, 5 കോടിക്ക് ബഡ്ജറ്റിൽ ഒരു താരത്തിൽ, ഈ ഒരു എ എന്ന് പറയുന്ന ഒരു താരത്തിൽ വെക്കുകയാണ്. പുള്ളിയുടെ സാലറി എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണെങ്കിൽ ഇത് വർക്ക് ആവില്ലല്ലോ അല്ലേ? ഇങ്ങനെ ഇത് എന്ത് ചെയ്യുന്നത്, ആക്ടറിനെ കണ്ടുകൊണ്ട് മാത്രം ജനം കയറും, പക്ഷേ പ്രൊഡക്ഷൻ ക്വാളിറ്റി അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു മോഡൽ വർക്ക് ലോങ് ടൈം നടക്കത്തില്ല. തൽക്കാലം ഒരു പുതിയ പ്രൊഡ്യൂസർ വരുമ്പം അയാൾക്ക് ആക്ടറിനെ വേണം, അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് ഒരു ആക്ടറിനെ കയറിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ വേണ്ടി ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് ഒരു ആക്ടർ എടുത്തുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളത്. കാര്യം ആക്ടറിനെ കണ്ടിട്ടാണ് ആളുകൾ നാച്ചുറലി. പക്ഷെ ആ ആക്ടറിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നം നടക്കുന്നുണ്ട്. മനസ്സിലായി, ഒരു 1.5 ലക്ഷം മണിക്കൂറുകൾ അല്ലെ 2 ലക്ഷം മണിക്കൂർ അല്ലെ 3 ലക്ഷം മണിക്കൂറുകളൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സിനിമ നിർമ്മിക്കപ്പെടുന്നത്. അതുപോലെ ഒരു പ്രൊഡ്യൂസർ ചിലപ്പം 8 വരെ പണയം വെച്ചിട്ടാണ്
ചെയ്യുന്നത്. അവിടെ ഒരു എല്ലാം കൂടെ ഒരു 100 മണിക്കൂർ മാത്രം ക്യാമറയുടെ മുന്നിൽ വരുന്ന ഒരു ആക്ടർക്ക് ഇതിന്റെ 50% കൊടുക്കുന്ന ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് സോഹൻ റോയ് വിശ്വസിക്കുന്നില്ല. സ്റ്റാർഡം സിനിമയുടെ ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. ഞങ്ങളുടെ തന്നെ ഇവിടുത്തെ സിനിമകൾ റൺ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്. പക്ഷെ ആ സൂപ്പർ സ്റ്റാർ കാര്യം സൂപ്പർ സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. നമ്മളൊരു സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ അത് മൊത്തം സ്റ്റാർ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തകർന്നു പോകും. മനസ്സിലായില്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഈ ടിപ്പ് കിട്ടുന്നത് മൊത്തം സെർവ് ചെയ്യുന്ന ആൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കാര്യം ആ സെർവ് ചെയ്യുന്നതെന്ന വ്യക്തി മാത്രമേ ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ. ഇതുപോലെ തന്നെ സിനിമയിൽ തിയേറ്ററിൽ സ്ക്രീനിൽ വരുന്നവർ മാത്രമേ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നുള്ളൂ. അതുകൊണ്ടാണോ നിർമ്മാതാവ് സോഹൻ റോയ് സൂപ്പർ സ്റ്റാറുകൾ വെച്ച് സിനിമ ചെയ്യുന്നത്? ഞങ്ങൾ ഒരിക്കലും താല്പര്യമില്ല. ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ നമുക്ക് താല്പര്യമില്ല. ഫിറ്റ് ആവത്തില്ല. ഞങ്ങൾ ആക്ടേഴ്സിന് വേണ്ടി ഇത്രയും ബഡ്ജറ്റ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് അത് മതി. ഞങ്ങളുടെ ഈ തോട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും? ഈ തോട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും? ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചൊരു സിനിമ ചെയ്യുക? ഇല്ല, തൽക്കാലം എനിക്ക് അങ്ങനെയുള്ളത് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം ഞാൻ ന്യായമായിട്ട് എല്ലാവർക്കും കിട്ടണം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടണം. കാര്യം ഡാം ട്രിപ്പിൾ നൈൻ ചെയ്യുമ്പം ഇംഗ്ലീഷ് സിനിമയാണെന്ന് കരുതി ആയതുകൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷനിലുള്ളവർക്ക് 2 ഇരട്ടി. ചില കാര്യം അങ്ങനെയാണ് റൂള്. പ്രൊഡക്ഷൻ സ്റ്റാഫിന് 2 ഇരട്ടി, മ്യൂസിക് ആൾക്കാർ 3 ഇരട്ടി, ഫൈറ്റേഴ്സിന് 4 ഇരട്ടി എന്ന് പറഞ്ഞിട്ട് റൂളുണ്ട്. എനിക്ക് ഐ വാസ് വെരി ഹാപ്പി. കാര്യം ഈ തുക അവിടെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ചെല്ലുന്നതല്ലേ. പക്ഷെ അതുകൊണ്ട് അതേസമയം ഞാൻ അതിന്റെ പേരിൽ ഇംഗ്ലീഷ് സിനിമയെന്ന് കരുതി ആക്ടേഴ്സിന് ആർക്കും 3 ഇരട്ടി 4 ഇരട്ടി കൊടുത്തിട്ട് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ ആക്ടേഴ്സിന് ഇത്ര ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള ആക്ടേഴ്സിന് എനിക്ക് മതി. ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഡാം ട്രിപ്പിൾ നൈനിനെ പറ്റി സംസാരിക്കണമെങ്കിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കും. സർ, ഇത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റിക്ക് വെയിറ്റേജ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ക്വാളിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ വരുന്നത് ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടായിരിക്കാം. ചിലപ്പോൾ പ്രൊഡക്ഷൻ ക്വാളിറ്റി എക്സ്പാൻഡ് ചെയ്തു എന്ന് കരുതി ആളുകൾ ചിലപ്പോൾ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ എത്ര റിസ്ക് ആണ് പ്രൊഡക്ഷൻ ക്വാളിറ്റി? ഭയങ്കര റിസ്ക് ആണ്. ഇപ്പം താരമില്ലെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ നിലയിൽ താരമില്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് ഒരു സിനിമ തിയേറ്ററിലേക്ക് ആളിനെ കയറ്റാൻ. ഇപ്പം ഞങ്ങളുടെ തിയേറ്റർ തന്നെ ഒരു അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ 89% ആണ് റിസ്ക് ഫാക്ടർ ഒരു സിനിമ നിർമ്മിക്കുമ്പം. ഈ വിജയിക്കുന്ന സിനിമകളുടെ എല്ലാം മെയിൻ റീസൺ എടുത്തു കഴിഞ്ഞാൽ 90% സ്റ്റാർ കാസ്റ്റ് വെച്ചിട്ട് വരുന്നതാണ്. വളരെ ഇപ്പം മലയാള സിനിമയുടെ ഹിസ്റ്ററി തന്നെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് അയക്കുന്നത് വളരെ ചുരുക്കം, ഒരു 1 or 2% മാത്രമേ സ്റ്റാർസ് ഇല്ലാതെ സൂപ്പർ ഹിറ്റ് അയക്കുന്ന പടങ്ങളുള്ളൂ. പക്ഷേ എവിടെയെങ്കിലും ഒരു യുണീക്ക് എലിമെന്റ് ഉണ്ടാവും, എന്നാലും അത് കത്തി കയറാനായിട്ട്. അതുകൊണ്ട് ഒരിക്കലും ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് പടം സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതരുത്. ഇപ്പൊ നിങ്ങളൊരു പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു സിനിമയും കൊണ്ട് വരുന്ന ഉടനെ ഞങ്ങൾ ചിലപ്പം പ്രൈം സ്ക്രീൻസ് ടൈം കൊടുക്കത്തില്ല. അത് ചിലപ്പോൾ നല്ല സിനിമയായിരിക്കും, അത് തകർന്നു പോകും. മനസ്സിലായില്ല? കാര്യം ഞങ്ങൾക്കറിയാം അത് സിനിമ നല്ലതാണെങ്കിലും പ്രൈം ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾ കയറത്തില്ല. ഞങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ജലം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ചെയ്തു, പത്മകുമാർ ഡയറക്ഷൻ, പ്രിയങ്ക നായിക, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പ്രിയങ്ക നായിക, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറി. ആന്റണി പെരുമ്പാവൂർ ഡിസ്ട്രിബ്യൂഷൻ, ഞങ്ങൾ പ്രൊഡക്ഷൻ. ആന്റണി പെരുമ്പാവൂർ 40 കേരളത്തിലെ പ്രൈം തിയേറ്ററിലെ പ്രൈം ടൈം ഞങ്ങൾക്ക് തന്നു. ഒരു സ്ക്രീനിലും ഒരാൾ കയറുന്നില്ല. കാര്യം അവർക്ക് സ്റ്റാർ കാസ്റ്റിങ് അങ്ങനെയുള്ള സാധനം വേണ്ട. ഒരു ഇത്തരം കഥകളല്ല വേണ്ടത്. മനസ്സിലായില്ലേ? പക്ഷെ നല്ല കഥ എല്ലാം ശരിയാണ്. പക്ഷെ തിയേറ്ററിൽ കയറിയാലല്ലാതെ നല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതുപോലത്തെ സിനിമകൾ വന്നതിന് ശേഷവും സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത സിനിമകൾ ഏരീസ് പ്രൊഡ്യൂസ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളൂ. ഞാൻ പറയുന്ന ആളുകൾ കയറുന്നില്ല എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കോളും. തിയേറ്ററിൽ 3 to 5% ആൾക്കാർ വലിയ സ്ക്രീനിൽ ഇത് കാണുന്നുള്ളൂ. അല്ലാത്തവർ മറ്റു ഇപ്പം മൊബൈലിലായിക്കോട്ടെ ടി വിയിലായിക്കോട്ടെ പല ഫോർമാറ്റിൽ അത് കാണും. അത് ഇന്നല്ലെങ്കിൽ നാളെ, അതിപ്പം ഡാം ട്രിപ്പിൾ നൈൻ ഇനി 10 വർഷം കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. ഇപ്പോഴും റെലവൻസ് ഉണ്ട്. അപ്പം അത് പക്ഷെ ആ ഒരു സിനിമ എപ്പോഴും നിർമ്മിക്കപ്പെടുന്നത് വലിയ സ്ക്രീനിന് വേണ്ടിയാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ചെയ്യുന്നത് ഈ തിയേറ്ററിലേക്ക് ജനം വരുന്നില്ലെങ്കിൽ വീട്ടിൽ തിയേറ്റർ ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. അതുകൊണ്ട് ഇതേ ക്വാളിറ്റിയിൽ വീടുകളിലും സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം തിയേറ്റർ എത്തിക്കുന്ന പ്രോസസ്സിലാണ് ഇപ്പം. ഈവൻ ഞങ്ങൾ അട്ടപ്പാടിലുള്ള ട്രൈബൽ സ്കൂളിൽ വരെ 4K ക്വാളിറ്റി, ഈ ക്വാളിറ്റി തിയേറ്റർ ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? അതിപ്പം ഒരു റെവല്യൂഷനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കൂൾ സ്ക്രീനും ഉണ്ടാവും, വീടുകളിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊരു സ്ക്രീൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, 4K സ്ക്രീൻ. അപ്പോൾ ആ രീതിയിലേക്ക് സിസ്റ്റം മാറി. അപ്പം OTTയിൽ വരുന്ന എല്ലാ സിനിമകളും ഇവിടെ മിസ് ചെയ്യുന്നവർക്ക് വീട്ടിൽ നിന്ന് കാണാനുള്ള സംവിധാനം ഇനിയുണ്ട്. ഈ ഡാം ട്രിപ്പിൾ നൈനിലേക്ക് വരുമ്പോഴേ അന്ന് താങ്കൾ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ ഈ വർഷം ഇപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്തൊരു സ്വയമേ അല്ലെങ്കിൽ പോലും ഒരു പ്രതികാരം ഉണ്ടോ? വളരെ ഫ്രാങ്ക് ആയിട്ട് പറയൂ സർ. അല്ല, ഇപ്പം ഡാം ട്രിപ്പിൾ നൈൻ്റെ ഓരോ ദിവസം ഷൂട്ടിനകത്ത് ഞങ്ങൾക്ക് ഓരോ ചലഞ്ച് വരുന്നതാണ്. പക്ഷെ ഒരു രസമല്ലേ, ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നു, ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകും, അതിൽ നിങ്ങൾ ഓവർകം ചെയ്ത് പോകുന്നു. അത് നിങ്ങൾ ഏത് ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകളിലാണെങ്കിലും
പ്രോബ്ലംസ് വരും എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞ വർഷങ്ങൾക്ക് ഇപ്പുറം മറ്റൊരു സൊല്യൂഷനായിട്ട് വരുമ്പോഴുള്ള ഒരു രസമാണ്. രസമല്ലേ? നമ്മൾ ഒരു പ്രോബ്ലം കണ്ടു, നമ്മളതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് വരും. എക്സാക്ട്ലി. ലൈഫിൽ നിങ്ങളുടെ ഗോൾ ഹാപ്പിനെസ് എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഹാപ്പിനെസ് വരണമെങ്കിൽ നിങ്ങളൊരു ഹാർഡിൽ ചാടി കിടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നില്ല. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് വല്ലതും പോയിക്കണം, മനസ്സിലായില്ലേ? നമ്മൾ ആക്ഷനിലൂടെ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ആക്ഷന് വേണ്ടി ഒരു അവസരം വേണം. ആക്ഷന് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ ഒരു ഹർഡിൽ വരുന്നു, നിങ്ങൾ ചാടി കിടക്കുന്നു. ഒരു ഹാപ്പി. അതുകൊണ്ടല്ലേ ഓരോ മത്സരവും കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ എൻജോയ് ചെയ്യുന്ന. ഇപ്പോൾ ക്രിക്കറ്റിൽ ഒരു വിക്കറ്റ് വീണ് കഴിയുമ്പോൾ അത് ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് അത് അച്ചീവ് ചെയ്യുമ്പോഴാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഓരോ പ്രോബ്ലവും ഓരോ ചലഞ്ചും ഞങ്ങൾ ഓവർകം ചെയ്തപ്പം, അതുകൊണ്ടാണല്ലോ പ്രോഡക്റ്റ് അവസാനം ഇറങ്ങിയത്. 100 കണക്കിന് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഓവർകം ചെയ്ത് വി ആർ സോ ഹാപ്പി. അല്ല, വൈ ദിസ് ടൈം? ഞാൻ പറയുന്നത് ഈ ഒരു 28 ഫെബ്രുവരി അല്ലെങ്കിൽ ഈ ഒരു റിലീസ് ഡേറ്റ് ഒക്കെ തീരുമാനിക്കാനുണ്ടാകുന്ന പ്രത്യേക ഇതിപ്പം ഞങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മാസത്തിന് മുമ്പേ പ്രോഡക്റ്റ് റെഡി ആയിരിക്കുമായിരുന്നു. എൻ്റെ ഒരു അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ടാണ്. കാര്യം ഇന്നിപ്പോൾ എൻ്റെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. ഒരാൾ UK നിന്ന് ട്രാവൽ ചെയ്ത് ജസ്റ്റ് ഒരു 36 hours ആണ് ഇവിടെ വന്നേക്കുന്നത് കേരളത്തിൽ. വന്നേക്കുന്നത് ഈ അവരുടെ എല്ലാം കൂടെ സമയം നോക്കി എല്ലാവരും അവൈലബിൾ ആവുന്ന സമയം നോക്കി ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഡേ എടുക്കുന്നേ ഉള്ളൂ. സോ ഞാൻ ഒരു പ്രേക്ഷകന്റെ ആസ്പെക്ട് എന്ന് ചോദിക്കുകയാണ്, ഏത് വമ്പൻ റിലീസുകൾ വന്നാലും ആദ്യം നോക്കുന്നത് ഏരീസ് ഓഡി വണ്ടിൽ ആ സീറ്റ് അവൈലബിൾ ആണോ എന്നാണ്. ചൂടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റും പോകുന്നത്. കാരണം അത്രമേൽ ഈ ഓഡിയനെ പ്രേക്ഷകർ സ്നേഹിക്കുന്നുണ്ട്. ഒരു മുഖസ്തുതിയല്ല, ഫാക്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ആസ് എൻ ഓണർ ആളുകൾ വരുന്നു, സാർ ഇത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല എന്നും പറയുന്നു. ആളുകൾ ഇങ്ങനെ റഷ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതൽ എന്ത് കൊടുക്കാമെന്നാണ് സാർ വീണ്ടും പറയുന്നത്. ഇപ്പൊ തന്നെ ആളുകൾ ഓൾറെഡി ഹാപ്പിയാണ് ഓഡി വണ്ണിലേക്ക്. കാരണം കേരളത്തിൽ നിന്നുള്ള പല ജില്ലകളിലുള്ളവർ പോലും ഇവിടെ വന്ന് സിനിമ ഫസ്റ്റ് ഷോ കാണണമെന്ന് പറയുന്നവരുണ്ട്. രാജമൗലി സാറൊക്കെ പറഞ്ഞു പോയതെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ നമ്മളൊരു തിയേറ്റർ റൺ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടി മാത്രമായിട്ട് മുന്നിൽ കാണുന്ന ഒരു സമയത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കാം, എന്തൊക്കെ റൺ ചെയ്യാമെന്ന് ദിവസേന ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ഓർ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണോ തോട്ട്? ഇല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഇവിടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറയും. ഇപ്പം ബേബി സീറ്റിങ്ങിനുള്ള ഫെസിലിറ്റി ചെയ്യാൻ പറഞ്ഞു, കുട്ടികൾക്ക് പ്ലേ ചെയ്യാനുള്ള പറഞ്ഞു. ഇവിടെ ഹോം തിയേറ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വന്നിട്ട് അതിനകത്ത് വേണമെങ്കിൽ ഇട്ടിട്ട് ഒരു കാർട്ടൂൺ ഇട്ടിട്ട് പേരൻസിന് പോയി കാണാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടുന്ന് കിട്ടുന്ന ഒരു വരുമാനം വെച്ച് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം 1 രൂപ പോലും ഞാൻ ആസ് ഓഫ് നൗ 10 വർഷം കഴിഞ്ഞു ഇത് ഏറ്റെടുത്തിട്ട് ഇന്ന് വരെ ഇതിന്റെ പ്രോഫിറ്റ് 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. ഇവിടുന്ന് എന്ത് കിട്ടുന്നോ തിരിച്ച് ഇതിനകത്ത് തന്നെ ഇവിടെ തന്നെയാണ്. പ്രേക്ഷകൻ എന്നും ഒരു മായാജാലം സൃഷ്ടിക്കുന്ന ദൈവം സഹായിച്ച് നമുക്ക് മറ്റ് ഫീൽഡിൽ നിന്ന് ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ തിരിച്ച് നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും നമുക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ നമ്മുടെ ഒരു വിസിനിറ്റിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇപ്പം ആ സമയത്ത് ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ട്രിവാൻഡ്രം സെലക്ട് ചെയ്തത്. എൻ്റെ വീടും പുനലൂരാണ്. അപ്പം തൊട്ടടുത്തുള്ള ഒരു മെട്രോ നഗരം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം എടുത്തു. അതിപ്പോൾ ഒരു 25 yearsനാണ് നമ്മൾ ഈ പ്രോജക്റ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാലം കൂടെ ഇത് നല്ലതായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല ഏരീസ് ഫ്ലെക്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന പോലെ ഒരു ലെഗസി മറ്റൊരു തിയേറ്റർ അൺഡൗട്ടഡ്ലി സത്യമാണ്. മുന്നേ ഇരിക്കുന്നോണ്ട് പറഞ്ഞല്ലോ, ഫ്രണ്ട്സിനിടയിൽ പോലും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, ഇവിടെ ചില സിനിമകൾ ഇവിടെ നമ്മൾ കണ്ടില്ലെങ്കിൽ അതൊരു ലൈഫ് ടൈം മിസ്സാണ്. കാര്യം ഞാൻ പോലും ഇപ്പം ദുബായിൽ ഐമാക്സ് തിയേറ്റേഴ്സ് ഉണ്ട്, അവിടെ പോലും സ്ക്രീനിങ് ഉള്ളപ്പം അവിടെ കാണാതെ ഇവിടെ വരും. കാര്യം അവിടുത്തെ സൗണ്ട് എഫക്റ്റ് ഇവിടുത്തെ സൗണ്ട് എഫക്റ്റുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ നമ്മളെ സൗണ്ട് നമ്മൾ അങ്ങനെ ലിഫ്റ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പം ഇപ്പം ഡോൾബിയുടെ ടെക്നീഷ്യന്മാർ തന്നെ വന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഡോൾബിയുടെ യൂസ് തൊട്ട് പലയിടത്തും ഇവരുടെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റേഴ്സിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു സൗണ്ട് എഫക്റ്റ് എന്തുകൊണ്ടാണെന്നില്ല, ആ ഒരു മൊത്തം അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് വന്നേക്കുന്നത്. അതുമെല്ലാം അക്യൂസ്റ്റിക് സിസ്റ്റം മൊത്തമുള്ള നമ്മുടെ എനിക്കൊന്ന് തിയേറ്ററിൻ്റെ ആ ഒരു പ്രത്യേക ഷേപ്പ് ആയതുകൊണ്ടായിരിക്കാം ആ സൗണ്ട് അല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നല്ലൊരു ആംബിയൻസ്. അത് ട്രിവാൻഡ്രം നിവാസികൾക്ക് ഭയങ്കര ഭാഗ്യമാണ് സത്യം. കാരണം ഞാൻ ഇവിടെ ഓഡി വണ്ണിൽ വരുമ്പോഴേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈ കിട്ടുന്നത് ഏരീസിന്റെ പ്രോമോ വീഡിയോ നമ്മൾ ഓരോ സിനിമ റിലീസിന് മുമ്പ് കാണിക്കുന്നതാണ്. നമുക്ക് അപ്പോൾ ആളുകളുടെ കൈയടി ഉണ്ട്. അത് സിനിമയ്ക്ക് വേണ്ടിയുള്ള കൈയടിയില്ല, ഏരീസിനുള്ള കൈയടി. ഇതേ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഇതുപോലെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വളരെ പോസിറ്റീവ് റെസ്പോൺസ് വരുന്നതാണ്. ഞങ്ങളിപ്പോൾ കലാനിലയം ഏറ്റെടുത്തു. ആ കലാനിലയം പോകുന്നിടത്തെല്ലാം 100% ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ അതേ ഫീലാണ് ഏരീസ് ഫ്ലെക്സിൽ വന്ന് പോകുന്നത്. ചിലപ്പോൾ പല സിനിമകളും മോശമാണെങ്കിൽ പോലും അതിന്റെ സൗണ്ട് ക്വാളിറ്റിയും പ്രൊജക്ഷൻ ക്വാളിറ്റിയും വെച്ചിട്ട് പ്രേക്ഷകനെ നിരാശപ്പെടുത്താതെ നമുക്ക് വിടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തിയേറ്റേഴ്സ് വഹിക്കുന്ന പങ്ക് വലുതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് സർ. 999 ഒരു വലിയ മധുര പ്രതികാരമായിട്ട് താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.